മരണത്തിൻ്റെ മണമുള്ള ഒരു ദിവസത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ജീവൻ്റെ ജീവനായ, നമ്മുടെ പ്രത്യാശയായ സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ, അമ്മയുടെ ഉദരം മുതൽ എൻ്റെ ആശ്രയമായ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ രക്തവും വിയർപ്പുമൊഴുക്കി തന്നെ നൽകിയ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ നടന്ന് നമ്മളും വീട്ടിലേക്ക് തിരികെ പോകും. നമ്മളും വിയർപ്പൊഴുക്കും, രക്തമൊഴുക്കും, കണ്ണീരണിയും. വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ആ വഴികളിൽ എങ്ങനെ കർത്താവിനെ പോലെ നടക്കാം, എങ്ങനെയാണ് കർത്താവിനെ പോലെ നടക്കേണ്ടത്, നടന്ന് പഠിക്കേണ്ടതെന്ന് ഈ പീഡാനുഭവവെള്ളി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അതിന് ഈ ദുഃഖവെള്ളി നമുക്ക് കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒന്ന് നോക്കാം. ദേവാലയത്തിൽ പല പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലപ്പോഴും കൈകൂപ്പിയിട്ടുണ്ട്, കണ്ണീരണിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഉറപ്പായിരുന്നു, ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്. ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്. പൗലോസ്ലിഹ ചേർത്ത് വെച്ചു, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടെ നിന്നെല്ലാം നന്മയാക്കി നല്ലതാക്കി മാറ്റുമെന്ന്. 33 വയസ്സിൽ മരിച്ച, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട, കൊന്ന, അല്ലെങ്കിൽ ചത്തുപോയ ഈ ദൈവപുത്രനെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ ദൈവത്തിന് എല്ലാത്തിനും ഉത്തരവുണ്ടെന്ന്? 3 വർഷം നന്നായി തുടങ്ങിയതാണ്, ഒരു 10 വർഷം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ നമ്മുടെ ഭാഷയിൽ അകാലത്തിൽ ചരമമടഞ്ഞ ഈ ദൈവമകനെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ ദൈവത്തിന് എല്ലാത്തിനും ഉത്തരവുണ്ട്, എല്ലാം അവിടുന്ന് ഭംഗിയായി നന്മയാക്കി മാറ്റുമെന്ന്? പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളി അത് ധ്യാനിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിചിന്തനം നടത്താൻ. നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പേരിൽ എവിടെയൊക്കെ ബാനറുണ്ടോ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ കിട്ടും. നിങ്ങൾ നിയോഗം വെച്ച് കഴിഞ്ഞാൽ നടന്നിരിക്കും, അത്ഭുതങ്ങൾ നടക്കും. വിളിച്ചു പറയും, 3 പേർക്ക് അമേരിക്കയ്ക്ക് വിസ റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മളും ദേവാലയത്തിൽ വന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഉത്തരവുണ്ട്, ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്, അത് തന്നെ ജയിക്കും, പരീക്ഷയും പാസ്സാവും പഠിച്ചില്ലെങ്കിലും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ പിന്നാലെ നടന്ന, അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം നടന്ന, കർത്താവിന് അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെ നമുക്ക് പ്രധാനമായിട്ട് ധ്യാനിക്കുന്ന ദിവസമാണെന്ന്. പരിശുദ്ധ കന്യാമറിയം കർത്താവിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു അവസാനം വരെ. നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു ആശാരിയൊക്കെ ഉണ്ടാവും. ഒരാശാരിയുടെ ഭാര്യയ്ക്ക് കാണുന്ന സൗന്ദര്യമാണോ ഈ മുകളിലിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിനുള്ളത്? വീട്ടിലെ അടുപ്പൂതി വിറക് പെറുക്കി വിയർപ്പൊഴുക്കിയതിൻ്റെ ഏതെങ്കിലും ഒരു വിയർപ്പ് ചാല് മേത്തുണ്ടോ? അടുപ്പ് എന്തായാലും ഊതിയിട്ട് കണ്ണിരുണ്ടതിൻ്റെ മാർക്കുകളും അടയാളങ്ങൾ ഈ സ്ത്രീയുടെ മുഖത്തുണ്ടോ? ഇത്രയും സുന്ദരിയായിട്ട്, സുമുഖയായിട്ട്, വിരലുകൾ നീണ്ട് അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് വെള്ളുടുപ്പിട്ട് മാത്രം നിൽക്കുന്ന ഒരു പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചരിത്രത്തിലോ സത്യത്തോടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരോടോ ഏതെങ്കിലും രീതിയിൽ തട്ടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണോ അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ കന്യാമറിയം? നമ്മുടെ ഏതെങ്കിലും നാട്ടിലെ പാവപ്പെട്ട പണിയെടുക്കുന്ന ആർക്കെങ്കിലും ഇത്ര സൗന്ദര്യമോ, നിന്ന് നിപ്പിൽ കാര്യങ്ങൾ നടന്നു കിട്ടാൻ സൗകര്യങ്ങളോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്? മേഘങ്ങൾക്കപ്പുറത്തിരുന്ന് ദൈവം അവനോട് പറഞ്ഞു, ദൈവം പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞു, ദൈവം നിന്നോട് കൂടെയുണ്ടാകുന്നു. ഗബ്രിയേൽ സിമിയോൻ കൂട്ടിച്ചേർത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ നിൻ്റെ ഉള്ളിലൂടെ വാള് കിടക്കും. പ്രിയപ്പെട്ടവരെ, വലിയ സ്വപ്നമായിട്ടാണ് ഇവിടെയുള്ള ഏതമ്മമാരും വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകുക നിങ്ങളുടെ കൂടെ. പരിശുദ്ധ കന്യാമറിയവും ആ വയസ്സിൽ അത് തന്നെ പ്രതീക്ഷിച്ച് കയറിയതാണ്. ഒരു നല്ല ഭർത്താവ്, സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് തൻ്റേതെന്ന് പറയാൻ തന്നെ. ഏത് ദരിദ്ര സ്ത്രീക്ക് പോലും ലഭിക്കാവുന്ന ആ അവകാശവും അല്ലെങ്കിൽ ആ ഔദാര്യവും പോലും നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയെ നോക്കിയിട്ട് പറ, ദൈവത്തിന് എല്ലാത്തിനും ഉത്തരവുണ്ടോ?
ഇവിടെയുള്ള ഏത് ദരിദ്ര സ്ത്രീക്കും കിട്ടാവുന്ന എൻ്റെ കുഞ്ഞിന് ഒരു സിവിൽ ആശുപത്രിയിലെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റിയപ്പോൾ സ്വന്തം വീട് പോലും ഇല്ലാത്ത, സ്വന്തക്കാർ പോലും ഇല്ലാതെ ഭർത്താവിൻ്റെ കൂടെ മാത്രം ഇരുന്ന് തൻ്റെ മകന് ജന്മം കൊടുക്കേണ്ടി വന്ന ഒരു സ്ത്രീ, അവളെക്കുറിച്ച് നമ്മൾ പറയുന്നു ഭാഗ്യവതിയാണെന്ന്. ഏത് വിധത്തിൽ? വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 21 പറയുന്നുണ്ട്, യേശുവിന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് കേട്ട് സ്വന്തക്കാർ അവനെ അന്വേഷിച്ചു ചെന്നുവെന്ന്. മാർക്കോസിൻ്റെ സുവിശേഷം 3:21. അമ്മ അല്ലെങ്കിൽ അപ്പൻ, അതായത് മോന് വട്ടാന്ന് നാട്ടുകാർ പറയേണ്ടെന്ന് പറഞ്ഞാൽ, വട്ട് എന്നല്ല പറഞ്ഞാൽ സുബോധം നഷ്ടപ്പെട്ടു, മറ്റു ഭാഷയിൽ പറഞ്ഞാൽ, ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ വട്ടായി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഹൃദയം പെടയാതിരിക്കുമോ? ഈ മകനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞതാണ്. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ, ഈ മകൻ ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ അപ്പനും അമ്മയും? ദൈവവചനം കേൾക്കുന്നവരാണ്. ശരിയാണ്, ആ സമയത്തേക്ക് അവൾ ആശ്വസിക്കപ്പെടുന്നുണ്ട്, അവൾ തിരികെ പോകുന്നുണ്ട്. ഇനി കുരിശിലേക്ക് വരാം. കുരിശിൽ അവൾ കർത്താവിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഏതെങ്കിലും അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവോ, അപ്പൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മുമ്പ് മകൻ പോകണം, മകൾ മരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരാൽ കൊല്ലപ്പെടുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോകാനെന്ന്? പക്ഷേ ഈ അമ്മ, ഈ സ്ത്രീ കണ്ടത് 33 വയസ്സിൽ ജീവിച്ചിരിക്കെ 33 വയസ്സ് കൂടെ കൊണ്ട് നടന്ന്, അതായത് അവൾക്കൊരു 12-18 ആയിക്കോ, 55-ാം വയസ്സിൽ മകൻ കൊല ചെയ്യപ്പെടുന്നത് കാണുകയാണ്. നാട്ടിൽ പേരില്ല, അവൻ ഒരു വിപ്ലവകാരിയാണ്, റോമാ ചക്രവർത്തിക്കെതിരെ പ്രവർത്തിക്കുന്നവനാണെന്നൊക്കെ പറയപ്പെട്ടിട്ട് അവൻ കൊല ചെയ്യപ്പെടുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പറയും, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതല്ലേ, അവളെല്ലാം അറിഞ്ഞതല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലെ ഏതെങ്കിലും സൗഭാഗ്യം, നമ്മൾ പറയുന്ന വലിയ വീടോ ഒരു കൊട്ടാരമോ ഒരു സൗകര്യമോ ഒരു സമ്പത്തോ എന്ന് പറയുന്ന ഏതെങ്കിലും അവളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവൾ അവസാനം വരെ വിശ്വസ്തയായിരുന്നു. അവൾക്കാകെ കൂടി കിട്ടിയ സമ്മാനം എന്ന് പറയുന്നത് തൻ്റെ മകൻ മരിച്ച് കിടക്കുമ്പോൾ അതിനുശേഷം മടിയിൽ കിടത്തിയ ഒരനുഭവം മാത്രം, ശവശരീരമെങ്കിലും അവൾക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, കർത്താവിന് എല്ലാത്തിനും ഉത്തരവുണ്ടോ? എല്ലാം നന്മയായിട്ടാണോ കർത്താവ് മാറ്റിയത്? ഏറ്റവും സൗഭാഗ്യവതി എന്ന് നമ്മൾ പറയുന്ന ഈ അമ്മയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഇവളെ സുമുഖയായിട്ട് സുന്ദരിയായിട്ട് നല്ല വസ്ത്രം ധരിച്ച് കാണുന്നുണ്ടെങ്കിൽ അത് അവൾ ഈ മണ്ണിൽ ഒഴുക്കിയ വിയർപ്പിൻ്റെയും രക്തത്തുള്ളികളെയും സ്വർഗീയ കർത്താവ് ഉയർത്തിയതിൻ്റെയും മഹത്വവൽക്കരിച്ചതിൻ്റെയും സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. അടുക്കളയിൽ പണിയെടുത്തൊരമ്മയല്ല, അതെല്ലാം ജീവിച്ചു തീർത്ത് മഹത്വമണിഞ്ഞ ഒരമ്മയാണ്. അതുകൊണ്ട് നമുക്ക് വെല്ലുവിളി ഈ ഉടുപ്പണിഞ്ഞിരുന്ന അമ്മയല്ല, ഈ അമ്മയിലേക്ക് എത്തിച്ചേരാൻ അവളെ നയിച്ച, അല്ലെങ്കിൽ അവളെടുത്ത തിരുഹിത പ്രകാരം ജീവിക്കാൻ പ്രേരിപ്പിച്ചതെല്ലാം ചേർത്താണ് ഇന്ന് ഈ അമ്മ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയിൽ ഈ ലൂർദ് മാതാവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, യഥാർത്ഥമായി ലൂർദിലെ അമ്മയുടെ രൂപത്തിന് പോലും ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ ഇവിടുത്തെ അമ്മമാരുടെയൊക്കെ കർത്താവ് പരിശുദ്ധമ്മയുടെ രൂപത്തിന്. അപ്പം അത്രയും മനോഹരമായിട്ട് രൂപപ്പെടുത്തുമ്പോൾ ഓർക്കുക, തിരുസഭ നമ്മുടെ മുമ്പിൽ ഇത്രയും സുന്ദരിമാരുമായിട്ടൊക്കെ തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ, വിശുദ്ധരെ അവതരിപ്പിക്കുമ്പോൾ, അവരുടെ മുമ്പിൽ അവർ ജീവിച്ച ഒരു ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ജീവിതമാണ് ഇന്ന് കിരീടമണിയിച്ച് അവരെ സൗന്ദര്യമുള്ള മഹത്വമുള്ളവരാക്കി തീർക്കുന്നത്. ഇനി നമുക്ക് കർത്താവിലേക്ക് വരാം. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ കർത്താവിൻ്റെ നോമ്പാചരണത്തിന് മുമ്പ് ആദ്യം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, പിശാച് പരീക്ഷിക്കാൻ വരുമ്പോൾ നീ ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാർ വന്ന് നിന്നെ കാത്തുകൊള്ളുമെന്ന്. ഇന്ന് യേശയ്യാ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവനെ കണ്ടവർ അമ്പരന്നു പോയി. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ദൈവത്തിന് ഉത്തരവുണ്ടോ?
പ്രിയപ്പെട്ടവരെ, തിരുവചനം കൂട്ടിച്ചേർക്കുന്നു, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയുമാണെന്ന് നാം കരുതി. യഥാർത്ഥത്തിൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവർ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കുരിശിലെ ഇന്നത്തെ രക്തം ചിന്തലിന് കർത്താവിന് നമ്മോടുള്ള ഉത്തരം ഇതാണ്, അവിടെ നിന്ന് നൽകുന്ന സൗഖ്യവും രക്ഷയും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉത്തരം മുട്ടുമ്പോൾ കർത്താവിന് മുമ്പിൽ നമ്മൾ വന്ന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു അമ്മച്ചി 46 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, ഒരേ വീട്ടിൽ മക്കളായി എല്ലാമായി. 46 വർഷം കഴിഞ്ഞിട്ട് ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്: അച്ഛാ, 46 വർഷമായി എൻ്റെ കെട്ടിയോൻ ഇത്ര നാളായിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഓർത്തിട്ടില്ല. 46 വർഷമായിട്ട് അയാൾ ഓർത്തിട്ടില്ല. പറഞ്ഞാൽ പറയും, അത് നീ എവിടെയെങ്കിലും പോയിട്ട് ആഘോഷിച്ചോ? കല്യാണത്തിൻ്റെ അന്ന് പോലും വെള്ളടിക്കാൻ കൂട്ടുകാരുടെ കൂടെ പോയ ഞാനാണ്, പിന്നെ എന്ത് കല്യാണം? 46 വർഷം ഇപ്പോഴും ആ സ്ത്രീ ആ ഭർത്താവിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മിച്ചി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: അച്ഛാ, എൻ്റെ മോൻ ഏറ്റവും നല്ല മോനാണ്, അവൻ വളർന്ന് വലുതായൊക്കെ ചെയ്തു, പക്ഷെ ഇന്നും അവന് ഒരു മാസത്തെ ചിലവ് ആകെ കൂടി 500 രൂപയാണ് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുള്ളൂ. വീട്ടിലെല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും, 500 രൂപ അത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കും. അത് മാത്രമാണ് അവൻ്റെ ഏറ്റവും വലിയ എക്സ്പെൻസ്, വേറെ ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ മുങ്ങി തലച്ചോറിൽ വെള്ളം കയറി ദിവസങ്ങളായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അമ്മ ചോദിക്കുകയാണ്: അച്ഛാ, കർത്താവ് എന്താ ഇങ്ങനെ? പ്രാർത്ഥിച്ചതല്ലേ, അവൻ ചെയ്ത എന്തെങ്കിലും കുറ്റങ്ങൾ പറ, ഞങ്ങളുടെ കുടുംബം കർത്താവിനെതിരെ ചെയ്ത എന്തെങ്കിലും തിന്മകൾ പറ, അച്ഛൻ എന്താ ഇങ്ങനെ? ഏറ്റവും നല്ല മകനെന്ന് ഒരമ്മ വിശേഷിപ്പിച്ച അമ്മ പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് അഭിമാനമാണ് അവനെ ഓർത്ത്. 24-ാം വയസ്സിൽ വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ അമ്മ ചോദിക്കുകയാണ്: 5 വർഷമായി അച്ഛാ, ഇതുവരെ എനിക്ക് പോയി എന്ന് പറയാൻ പറ്റണില്ല. ഇപ്പോഴും ഞാൻ ദൈവത്തോട് വഴക്ക് കൂടണത് എന്താ കർത്താവേ ഇങ്ങനെയെന്നാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഉത്തരമുണ്ടോ? ദൈവത്തിന് നമ്മുടെ മുമ്പിൽ വയ്ക്കാനുള്ള ഉത്തരം എന്താണ്? തിരുവചനം കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവൻ്റെ വേദനകളാണ്, ക്ഷതങ്ങളാണ് നമ്മളെ സൗഖ്യപ്പെടുത്തിയെങ്കിൽ നമ്മുടെ വേദനകളും കുരിശുകളും ഇന്ന് കുരിശുകളെ വിശുദ്ധ കുരിശുകളാക്കാനുള്ള അവസരങ്ങളാണ്. ഫുൾട്ടൻ ജേഷ്യൻ പിതാവ് പറയുന്നത്, ദ വൂണ്ടഡ് ക്രൈസ്റ്റ് ഇസ് ദ റിയൽ ക്രൈസ്റ്റ്. മുറിവേറ്റ കർത്താവാണ് യഥാർത്ഥ കർത്താവെന്ന്. വിശുദ്ധ തോമാസ് ലീഹ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണണമെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമല്ലേ ചോദിച്ചത്? നിന്റെ മുറിവ് എവിടെയാണ്? നിന്റെ മുറിവിൽ തൊട്ടിട്ട് ഞാൻ പറയാം നീയാണ് കർത്താവെന്ന്. അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാനും അപ്പസ്തോലനാണ് മറ്റുള്ളവരെ പോലെ. എന്നിട്ട് എണ്ണി പറയാണ്, ഒന്നു കുറയാതെ 40 തവണ അടി കൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, നഗ്നനാക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടിച്ചേർക്കുകയാണ്, ആര് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തും? നഗ്നതയാണോ, വാളാണോ, സമ്പത്താണോ? ഒന്നിനും സാധിക്കുകയില്ല. കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് അവർ പറയുകയാണ്, മുറിവേറ്റ കർത്താവാണ് ഞങ്ങളുടെ സൗഖ്യത്തിന് കാരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിരുന്നാൾ ദുഃഖവെള്ളി നമ്മൾ ആചരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഈ ദുഃഖവെള്ളി ഉത്തരവാണ്. നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് ചോദിക്കാം. കർത്താവെന്ന് തിരുവചനം പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, ഏൽ ഏൽ ലാമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന്. കരയുന്നത് പോലും ചപലതയാണെന്ന് കരുതുന്ന ഒരു ലോകത്തിൽ ദൈവപുത്രൻ കണ്ണീരണിഞ്ഞ് നമ്മുടെ മുമ്പിൽ വാവിട്ട് കരയുകയാണ്. കണ്ണും കണ്ണുനീരും തന്നവൻ അറിയാം. ഒന്ന് കണ്ണീരൊഴുക്കിയാൽ ദൈവത്തിന് മുമ്പിൽ അപ്പാ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ചോദിച്ചാൽ, മനസ്സ് തുറന്നാൽ അവൻ നമ്മുടെ സമീപത്തെത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുരിശിൻ്റെ അടുത്ത് അമ്മയുണ്ട്, കൂടെ നടന്നല്ല സ്ത്രീകളുണ്ട്, യോഹന്നാനുണ്ടെന്ന് പറയണു. എന്താ അവരെയൊന്നും വിളിക്കാത്ത? ഇത്ര നാൾ ഈ കുരിശിൻ്റെ വഴിയിൽ കൂടെ നടന്ന് കണ്ടു തോന്നാത്ത ഒരു ദൈവത്തെ അവൻ വിളിക്കണേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ്.
നമ്മളെപ്പോലെ അവനും വിളിച്ചുകൂടെ, കർത്താവ് നീ എവിടെയാ, നീ ജീവനോടെയുണ്ടോ, ഞാൻ നിന്നെ വിശ്വസിക്കണോ എന്ന് അവൻ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിൽ ചില സമയത്ത് ജീവിതത്തിൽ അർത്ഥവുമില്ല. ചിലപ്പോൾ 18 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴും ചില കുട്ടികൾ വന്നിട്ട് പറയും, അച്ഛാ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ജീവിതത്തിന് വല്ല അർത്ഥമുണ്ടോ? ജീവിക്കണമെന്ന് തോന്നണില്ല, അർത്ഥം എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നുന്ന, വ്യർത്ഥമാണെന്നും കൂട്ടി വെച്ചതൊന്നും സഹായിക്കുന്നില്ലെന്നും, മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ടും ഇനി ഒന്നും ഉത്തരവില്ല എന്ന് പറയുമ്പോൾ, കൂടെയുള്ള എല്ലാവരും കൂടെ നിന്നിട്ട് സാരമില്ല ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒന്നിനും നമ്മളെ സമാധാനപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ, സമാധാനമാകാൻ ഈ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഈ പുത്രന് നമ്മളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ദൈവമെന്ന കച്ചിത്തുരുമ്പ് പോലും നഷ്ടപ്പെടുമ്പോഴും അവൻ തന്നെ നിൻ്റെ കൂടെ നിഴലായി ഉണ്ടാകുമെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ദ ഡേഞ്ചറസ് സൈലൻസ് എന്ന്. ഇത്ര കരഞ്ഞു വിളിച്ചിട്ടും അപ്പൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അന്ന് മാമോദി സമയത്ത് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, താബോറിലും പറഞ്ഞു ഇവൻ പറഞ്ഞാൽ കേൾക്കാൻ. എന്നിട്ട് ഇവൻ വിളിച്ച് പറഞ്ഞപ്പോൾ സാരമില്ലെന്നോ പോട്ടേന്നോ കൂടെയുണ്ടെന്നോ പറഞ്ഞിട്ടില്ല. എങ്കിലും നിശബ്ദനായിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്തരം കിട്ടാതെ വരുമ്പോഴും ഈ ദൈവപുത്രൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, പേടിക്കണ്ട, കണ്ണ് കാണില്ല, ഉത്തരം കിട്ടില്ല എന്ന് തോന്നും, അവൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ കൈകളിലേക്ക് നല്ല മകനെ പോലെ മകളെ പോലെ ചായ്ഞ്ഞോളൂ എന്ന്. മേരി ക്യൂറി എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും സയൻറ്റിസ്റ്റായിരുന്നു. രണ്ടുപേരും കൂടി കിട്ടിയതൊക്കെ വിറ്റ് പറക്കി ഒരു ലബോറട്ടറി തുടങ്ങാണ്. അവർക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് കെമിക്കൽ, ഏത് എലമെൻറ്റിൽ നിന്നാണ് റേഡിയേഷൻ കണ്ടെത്തുക. അപ്പോൾ യുറാനിയം അതൊന്നും കണ്ടുപിടിക്കാത്ത സമയത്താണ് അവർ റിസർച്ച് നടത്തി എല്ലാ കച്ചിത്തുരുമ്പോളതൊക്കെ കൂട്ടിപ്പറക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു ദിവസം അവരൊരു കെമിക്കൽ കത്തിക്കുകയാണ്. അത് നിമിഷ സമയത്തുള്ളിൽ പുക പോലെ മാറിത്തീരാണ്. അവിടുത്തെ കറണ്ടും പോയി, എല്ലാം പോയി. അത് കഴിഞ്ഞ് പറയണത് ദ പിച്ച് ബ്ലാക്ക്, ദ കംപ്ലീറ്റ് ഡാർക്ക്നെസ് വരും. അപ്പോൾ അവർ മിന്നുന്നത് പോലെ, ഒരു ചെറിയ നിഴൽ പോലെ പ്രകാശം കാണുകയാണ്. റേഡിയേഷനുള്ള ഒരു കെമിക്കൽ അവർ കണ്ടെത്തുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, കത്തിയരിഞ്ഞ് തീർന്നു എന്ന് തോന്നിയപ്പോൾ, എല്ലാം ഇരുട്ടായപ്പോൾ ആ സയൻറ്റിസ്റ്റ് കണ്ടു അവിടെ റേഡിയേഷൻ ഉണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം തീർന്നുവെന്ന് കരുതി നമ്മൾ പുസ്തകം അടയ്ക്കുമ്പോൾ അവൻ പറയും, അല്ല, നമ്മൾ തുടങ്ങാൻ പോവാണ്ടോ, നമ്മൾ ആരംഭിക്കുകയാണ്. കടങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും തീരാതെയാകുമ്പോൾ, എത്ര സ്നേഹിച്ചിട്ടും ഭാര്യ നല്ല വഴിക്ക് വരാതെ ആകുമ്പോൾ, ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ ആകുമ്പോൾ, മക്കൾ സ്നേഹിക്കാതെ അപ്പനും അമ്മയും പറയാതെ തെക്കും വടക്കും പോകുമ്പോൾ, കർത്താവിന് മുമ്പിൽ കൈകൂപ്പി നമ്മൾ പറയും, കർത്താവ് എന്താ എങ്ങനെ? കേട്ടില്ലെങ്കിലും അവൻ കൂടെയുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞവൻ നമ്മളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒന്ന് പരിശോധിക്കുക. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ പിന്നാലെ നടക്കുമ്പോൾ, ഒരു ഇംഗ്ലീഷ് കവിത എങ്ങനെയാണ്? യു സേ യു ലവ് റെയിൻ ബട്ട് യു ക്യാരി ആൻ അംബ്രല ആൻഡ് ടു സ്റ്റാൻഡ് അണ്ടർനീത്ത് ഇറ്റ്. നീ മഴ ഇഷ്ടപ്പെട്ടവനാണെന്ന് പറയുന്നു, പക്ഷെ മഴ വരുമ്പോൾ നീ കൊടയെടുക്കും. നിനക്ക് ശോഭയുള്ള സൂര്യൻ ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷെ വെയിൽ വന്നാലോ നീ തണലത്ത് പോയി നിൽക്കും. നീ പറയണം നിനക്ക് കാറ്റിഷ്ടമാണെന്ന്, പക്ഷേ കാറ്റ് വരുമ്പോൾ നീ നിൻ്റെ ജനാലകളെ മുറക്കെ അടയ്ക്കുന്നു. അതുകൊണ്ട് നീ എന്നോട് സ്നേഹമാണെന്ന് പറയുമ്പോൾ, പ്രേമമാണെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കാറ്റിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ജനാല അടയ്ക്കുന്നവൻ, സൂര്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വെയിലടിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയണോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അത്ര അത്യാവശ്യം വന്ന ഒരു കുരിശിടും, വിഭൂതിക്കൊരു കുരിശ് വരയ്ക്കും. സ്നേഹമൊക്കെയാണ് തമ്പുരാനെ, പക്ഷെ കൂടെ നടക്കാൻ ഞാനില്ല, നിന്നെ അനുഗമിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും മാറി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഈ ദുഃഖവെള്ളിയിൽ കർത്താവിനെ ഓർത്ത് കുറച്ചു നേരം കണ്ണീരൊഴുകി, അവൻ നമുക്ക് വേണ്ടി സഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, കുറച്ച് കയ്പുനീരും കുടിച്ച് പോകാനാണ് ചിന്തയെങ്കിൽ, ജെറുസലേം സ്ത്രീകളോട് പറഞ്ഞ അതേ വാക്കുകൾ അവൻ പറയും. നിങ്ങൾ എന്നെ ഓർത്തൊന്നും കരയണ്ട, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുവിൻ. അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നത് ആപേക്ഷികമാണ്, എൻ്റെ അവകാശമാണെങ്കിൽ സ്നേഹിക്കും.
ഭാര്യനെ ഉപേക്ഷിക്കാൻ എൻ്റെ അവകാശം, മൈ ബോഡി മൈ റൈറ്റ്. എനിക്ക് സ്നേഹിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ അടുത്ത ആളെ അന്വേഷിച്ചു പോകും. ഉപകാരമില്ലെങ്കിൽ അപ്പനായാലും മകനായാലും ഭാരമാണ്. സത്യവും നീതിയുമൊക്കെ ആപേക്ഷികമാണ് എന്ന് കരുതുന്ന ഈ ലോകത്തിൽ വിശ്വാസം ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ നിൽക്കുന്ന മണ്ണ് വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കസേര ഉറപ്പിക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തോടെ നീയും നിന്റെ തലമുറയും ഇന്നും നിലനിൽക്കണമെങ്കിൽ കർത്താവ് പറയുന്നു, എന്നെ ഓർത്തല്ല നിങ്ങളെ ഓർത്ത് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ജീവിക്കാൻ നിങ്ങളെ ഓർത്ത് കരയുവനെന്ന്. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലരെ പോലെ നമ്മളുമായി തീരും. നമ്മൾ ചിലപ്പോൾ കുരിശിൻ്റെ വഴിയിൽ ശിമിയോൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവ് ശിമിയോനെ പോലെ ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ കുരിശ് ഞാൻ എടുത്തേനെ. ആരെടുക്കും? ആരും എടുക്കൂല. ഈ പള്ളിയിലേക്ക് വരുന്ന വഴി ആരെങ്കിലും വഴി കിടന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ? എത്ര ടിപ്പ് ടോപ്പുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കിടന്നാലും നമ്മൾ അധികം തിരിഞ്ഞു നോക്കില്ല. കർത്താവിൻ്റെ കുരിശ് കർത്താവ് എടുത്ത് നടക്കുന്നത് കണ്ടാലും നമ്മളെടുത്ത് നടക്കില്ല. നമ്മൾ കണ്ടു നിൽക്കും. ഇന്നുമല്ല എന്നും അത് തന്നെയാണ്. അതുകൊണ്ട് യൂദാസ് നമ്മുടെ അടുത്തുനിന്ന് അകലെയല്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം ചേട്ടനെയും ചേച്ചീനെ സഹോദരത്തെ പൈസയുടെ പേരിൽ ഒറ്റിക്കൊടുത്തിട്ടില്ലേ? ചിലപ്പോഴൊക്കെ യൂദാസിൻ്റെ മുഖം എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? മറ്റുള്ളവൻ്റെ മാനത്തിന് വില പറഞ്ഞ്, വീട്ടുപേരിന് വില പറഞ്ഞ്, അവൻ്റെ ആ ജോലി കഷ്ടപ്പെട്ട് നേടി ജോലിക്ക് വില പറഞ്ഞ് അതും തട്ടിപ്പറിക്കുമ്പോൾ പടയാളികളെ പോലെ അവൻ്റെ വസ്ത്രത്തിന്, നിന്റെ സഹോദരൻ്റെ സഹോദരിയുടെ വസ്ത്രത്തിന് നീ ചിട്ടിയിടാറില്ലേ? ചിലപ്പോഴൊക്കെ നീ കൂടെ നിന്ന കാര്യം നടക്കുമായിരുന്നു. എങ്കിലും പീലാത്തോസിനെ പോലെ അയ്യോ ഞാനില്ല കേട്ടോ, ഞാൻ കൂടെ നിൽക്കില്ല കേട്ടോ, അത് വേറെ ആരെങ്കിലും അന്വേഷിച്ചു എന്ന് പറഞ്ഞ് കൈ കഴുകാറില്ലേ? ഇനി കൂടെ നടന്ന പടയാളികളെയും സദുക്കാരെയും ഫരീസയരെയും പോലെ നമ്മളും പറയാറില്ലേ, അവൻ ദൈവത്തിന് പോലും എതിരാണ്, അവന് ദൈവത്തിന് പോലും ആവശ്യമില്ലാത്തവനാണ്, അവൻ പരദൂഷണം ദൈവദൂഷണം പറയുന്നവനാണെന്ന് അവൻ്റെ കൂടെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചായയുണ്ട്. ആ പത്രോസിനെ പോലെ തന്നെ ക്രിസ്ത്യാനിയാണ് കേട്ടോ, കടയുടെ പേരും സെൻറ്റ് ജോർജ്, ജോൺ ഇതൊക്കെയാണ്. കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കൊള്ളലാഭം എവിടെയുമില്ല. മറ്റുള്ളവൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവൻ നൽകുന്ന ലാഭത്തിനപ്പുറത്ത് അമിത ലാഭം തട്ടിപ്പറിച്ച് വാങ്ങി നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് നമ്മുടെ വലിയ വീടുകൾ പണിയുമ്പോൾ, നമ്മുടെ അവകാശങ്ങൾ വലുതിനു വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ നമ്മളും ആ പത്രോസിനെ പോലെ തന്നെ പറയാണ്, ക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട് പക്ഷെ പരിചയമില്ല. അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളും വേലക്കാരി പെണ്ണുങ്ങളുടെ മുമ്പിൽ വരും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, പാവപ്പെട്ടവർക്ക് പോലുമുണ്ട് നമ്മളെക്കാളും കൂടുതൽ ക്രിസ്തുവിലുള്ള വിശ്വാസവും ബോധ്യവും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ കണ്ട യൂദാസിൻ്റെ മുഖം ഉണ്ടാകാതിരിക്കട്ടെ. പടയാളിയുടെ മുഖവും പീലാത്തോസിൻ്റെയും വീരവാദമൊന്നും പറയേണ്ട, കർത്താവ് ഞാൻ കുരിശെടുക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ചിത്രം, ഒരു ഇരുമ്പ് കർത്താവിൻ്റെ രൂപത്തിൻ്റെ കർത്താവ് എടുത്ത് നടക്കുമ്പോൾ വീഴുമ്പോൾ ഒരു കുഞ്ഞ് മാലാക പോലെ ഒരു കുട്ടി വന്നിട്ട് അവൾക്ക് പറ്റില്ലെങ്കിലും ഈ കുരിശ് രൂപം എടുക്കാൻ നോക്കുന്ന പടം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടെങ്കിലും കർത്താവിൻ്റെ കുരിശെടുക്കാൻ നമുക്കും പരിശ്രമിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിന് കൂടെ നിൽക്കാൻ. ഈ ദുഃഖവെള്ളി അവനെ ഓർത്ത് കരയാൻ മാത്രമല്ല, എൻ്റെ പാപങ്ങളെ ഓർത്ത് യൂദാസായിപ്പോയ, ചില സമയത്ത് അവൻ ഒറ്റിക്കൊടുത്ത സ്വന്തം ചേട്ടനെ, സഹോദരനെ 1/2 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഒഴിവാക്കിയ, മിണ്ടാതെയാക്കിയ നിശബ്ദമായ സമയങ്ങളൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ച് നമ്മുടെ ഉള്ളിലെ സ്നേഹം അന്യം നിന്ന് പോകാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലെ വിശ്വാസം അന്യം നിന്ന് പോകാതിരിക്കാൻ, നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ ഓർത്ത് നമുക്ക് വിലപിക്കുകയും തിരുത്താൻ പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ നോമ്പുകാലം അർത്ഥപൂർണ്ണമാകുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, തിരുരക്തത്താൽ കഴുകണമേ എന്ന്. ഇനി തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം രക്തം കൂടി ചിന്താനുള്ള സമയമാണ്. എത്ര തവണ കഴുകി, എത്ര തവണ ഈ കാരുണ്യത്തെ സ്വീകരിച്ചു, ആ രക്തം ഉൾക്കൊണ്ടു വിശുദ്ധ ബലിയിൽ സ്വീകരിച്ചു കൊണ്ടിരുന്നു. എന്തേ ഇനിയും കാരുണ്യം തുടങ്ങാറായിട്ടില്ലേ? ഇനിയും കാരുണ്യം നമ്മുടെ ഉള്ളിൽ ജനിക്കാറായിട്ടില്ലേ? രക്തം ചിന്തി അവന് സാക്ഷ്യം വഹിക്കാൻ, അവന് വേണ്ടി ജീവിക്കാൻ അവൻ നമ്മളെ ക്ഷണിക്കുന്നു. ഉത്തരം അവൻ നമുക്ക് നൽകും. കാരണം അവൻ തന്നെയാണ് ഉത്തരവും, അവൻ തന്നെയാണ് ചോദ്യവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.